ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുനാവായിലാണ്. തിരുനാവായിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഈ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമായ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെടുത്തിട്ടുള്ള വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ നാസർ കൊട്ടാരത്ത്. തിരുനാവായിലെ മാമാങ്ക ചരിത്രവും ഇവിടുത്തെ പൈതൃക സ്മാരകങ്ങളും തേടിയെത്തുന്ന വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷകർക്കും വർഷങ്ങളായിട്ട് വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. ഒരുപാട് ചരിത്രം ഉള്ള മണ്ണാണ് തിരുനാവായ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തെയും പൈതൃകത്തെയും കുറിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു ടൂറിസം പദ്ധതിക്ക് സാധ്യതയുള്ള പ്രദേശമാണ് തിരുനാവായ എന്ന് കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ നവകേരള സദസ്സിൽ തിരൂരിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് തിരുനാവായയുടെ ചരിത്രവും പൈതൃകവും സാംസ്കാരിക കേന്ദ്രങ്ങളുടെ ചരിത്രവുമൊക്കെ എഴുതി തയ്യാറാക്കി ഇവിടെ ഈ പുറമ്പോക്ക് സ്ഥലങ്ങളിൽ, തിരുനാവായയിൽ ഒരുപാട് പുറമ്പോക്ക് സ്ഥലങ്ങളുണ്ട്, അവിടെ ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഒരു ടൂറിസം പദ്ധതി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വ്യക്തമായ മറുപടി ലഭിച്ചു. ഉടനടി ഇവിടെ ടൂറിസം വകുപ്പിൽ നിന്നും ബന്ധപ്പെട്ടവർ വന്ന് സർവേ നടത്തി പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് ഞാൻ ഏറെ സന്തോഷവാനാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ പുരാവസ്തു വകുപ്പും അതുപോലെ മ്യൂസിയം വകുപ്പും ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സ്ഥലങ്ങൾ സന്ദർശിച്ചു. തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാം, നമ്മുടെ പ്രദേശത്ത് ഈ ടൂറിസം പദ്ധതി വരുമ്പോൾ നമ്മുടെ നാട് വികസിക്കുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഈ പദ്ധതി വലിയൊരു പദ്ധതിയാക്കി മാറ്റണം. നാസർ കൊട്ടാരത്ത് മാമാങ്കം ചരിത്ര പഠന കേന്ദ്രം ചെയർമാനാണ്. 15 വർഷത്തോളമായി തിരുനാവായിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷികൾക്കും വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. ഇതിനകം 1300ഓളം യാത്രാ സംഘങ്ങൾക്ക് തിരുനാവായയുടെ ചരിത്രം വിവരിച്ചു കൊടുത്തു. 2007 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ റാലിയിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയുടെ ക്ഷണം കിട്ടിയ ചുരുക്കം ചില ആളുകളിൽ ഒരാൾ. 2019 യുവചരിത്രകാരനുള്ള സംസ്ഥാനതല ആവാസ് പുരസ്കാരം മഹാകവി അക്കിത്തത്തിൽ നിന്ന് ഏറ്റുവാങ്ങി. 2001 പുല്ലൂർ സാംസ്കാരിക വേദിയുടെ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായി. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള നാസർ കൊട്ടാരത്ത് സർവോദയമേള കമ്മിറ്റി മെമ്പർ, മലബാർ സാംസ്കാരിക സഭ സെക്രട്ടറി, ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ HMC മെമ്പർ തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മാമാങ്കം നടന്ന ചരിത്ര സംഭവങ്ങളിലേറെ പ്രസിദ്ധമായിട്ടുള്ള ഭാരതപ്പുഴയുടെ തീരത്തുള്ള ബന്ദർ കടവിലാണ്. ബന്ദർ കടവ്, ബന്ദർ അറബിയിൽ തുറമുഖം എന്നാണ്. ഇവിടെ കച്ചവടത്തിന് വന്ന അറബികൾ പേര് നൽകിയതാണ് ബന്ദർ എന്ന്. ആദ്യ കാലഘട്ടത്തിൽ മാമാങ്കം വലിയൊരു കച്ചവട മഹോത്സവമായിരുന്നു. 12ഓളം വിദേശ രാജ്യങ്ങളിലെ വിദേശികൾ അവരുടെ പട്ടുടയാടക ഉൽപ്പന്നങ്ങളെല്ലാം പൊന്നാനി അഴിമുഖത്ത് കൊണ്ടുവന്ന് അവിടെ നിന്നും ചെറിയ പായക്കപ്പൽ വഴി നമ്മുടെ ഈ പ്രദേശത്തെ പുഴയുടെ തീരത്ത് ബന്ദർക്കടവിൽ കൊണ്ടുവരികയും 28 ദിവസം നീണ്ടു നിൽക്കുന്ന മാമാങ്ക മഹോത്സവം കച്ചവടമായി നടന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ വിൽപ്പന നടത്തുകയും അതിൽ നമ്മുടെ കേരളത്തിലെ നാട്ടുരാജാക്കന്മാരും നാടൻ കലകളും നാടൻ ഉൽപ്പന്നങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുകയും വിൽക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന വലിയൊരു മഹോത്സവമായിരുന്നു മാമാങ്കം. 28 ദിവസമായിരുന്നു ഈ പ്രദേശത്ത് മാമാങ്കം നടന്നിരുന്നെന്ന് ചരിത്രരേഖകൾ പറയപ്പെടുന്നുണ്ട്. പെരുമാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്നിരുന്ന മാമാങ്കത്തിൽ 28ാമത്തെ ദിവസം കുറച്ചകലെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് 12 വർഷം കേരളം ഭരിക്കുന്ന രാജാവിനെ അവിടെ വെച്ച് അധികാരം ഏറ്റെടുക്കുന്നൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. നിലപാട് തറയിൽ കേരളത്തിൻ്റെ ആദ്യത്തെ നിയമസഭാ മന്ദിരമായിട്ടാണ് നിലപാട് തറയെ ചരിത്രരേഖകളിൽ വിശേഷിക്കപ്പെടുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ചേര പെരുമാക്കന്മാർ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രാജാവിനെ തെരഞ്ഞെടുത്ത് അധികാരം ഏറ്റെടുത്ത് 12 വർഷം ചേര പെരുമാക്കന്മാർ ഭരിച്ചിരുന്ന കാലം, ആ കാലഘട്ടത്തിലായിരുന്നു കച്ചവടമായിട്ട് രക്തച്ചൊരിച്ചിലില്ലാതെ മാമാങ്കം നടന്നത്. പിന്നീട് ചേര പെരുമാക്കന്മാരുടെ കാലഘട്ടം അവസാനിക്കുമ്പോൾ നാട്ടുരാജ്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന രാജാക്കന്മാർക്ക് പൂർണ്ണമായ അധികാരം നൽകിയാണ്. ഭാഷയുടെ പ്രയോഗമാണ് കോഴി കൂവും ഇത്തിരി വെട്ടം നിനക്ക് തരുന്നു എന്ന്
ചേരപെരുമാക്കന്മാരുടെ കാലഘട്ടത്തിലെ രാജ്യഭരണം ഒഴിഞ്ഞു പോകുന്ന രാജാവ് സ്ഥലങ്ങൾ വീതിച്ചു കൊടുക്കുകയും അത് കോഴിക്കൂം ഇത്തിരിവട്ടം കോഴിക്കോട് സാമൂതിരിക്ക് കൊടുത്തു. വെള്ളത്താൽ ചുറ്റപ്പെട്ട രാജ്യമായിരുന്നു പൊന്നാനി ചാവക്കാട് പ്രദേശങ്ങൾ, അത് വെട്ടത്ത് രാജാവിനും. വള്ളുവ കോലോത്തിരിമാരുടെ നാടായിരുന്നു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പാലക്കാട് പ്രദേശങ്ങൾ, അത് വള്ളുവ കോലോത്തിരിക്കും കൊടുത്തു. അങ്ങനെ എല്ലാം വീതിച്ച് നൽകി പെരുമാൾ മടങ്ങാൻ നേരത്ത് അധിപനായ നാട്ടുരാജാവിൻ്റെ ചുമതല വഹിച്ചിരുന്ന സാമൂതിരി പറഞ്ഞു, തിരുനാവായ കൂടി എനിക്ക് വേണമെന്ന്. അതിർത്തി നിശ്ചയിച്ചപ്പോൾ തിരുനാവായ വള്ളുവ കോലോത്തിക്കായിരുന്നു. അപ്പോൾ മാമാങ്കം നടത്താനുള്ള അധികാരവും വള്ളുവ കോലോത്തിരിക്കായിരുന്നു. അപ്പോൾ പെരുമാൾ പറഞ്ഞു സാമൂതിരിയോട്, ഞാനെല്ലാം വീതിച്ച് നൽകി, ഇനി ഒരിക്കലും വ്യത്യസ്തപ്പെടുത്തുകയില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടും കൊന്നും പിടിച്ചടക്കാം. അതോട് കൂടിയിട്ടാണ് മാമാങ്കം രക്തച്ചൊരിച്ചിലായിട്ട് മാറുന്നത്. വള്ളുവ കോലോത്തിരി മാഘമാസത്തിലെ മകൻ നാളിൽ മകൻ നക്ഷത്രം നാള് കുറിച്ചു. ആലൂർ പണിക്കരിൽ നിന്നും നാള് കുറിച്ചു. കൊടിക്കുറയുമായിട്ട് മാമാങ്കം നടത്തുന്നതിന് വേണ്ടി തിരുനാവായിലെത്തിയപ്പോൾ വെട്ടത്ത് രാജാവിൻ്റെ വലിയൊരു സേനാസന്നവും കോഴിക്കോട് സാമൂതിരിയുടെ കൂടെയുള്ള സാബന്തർ ഗോയമാരും കുഞ്ഞാലി മരക്കാരുമാരും അടങ്ങുന്ന വലിയൊരു സേനാസന്നവും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് വള്ളുവ രാജാവിനെ പരാജയപ്പെടുത്തി മാമാങ്കത്തിൻ്റെ അധികാരം പിടിച്ചടക്കുകയാണ്. അതിനുശേഷം സാമൂതിരി അധികാരമേറ്റെടുത്ത് നിലപാട് തറയിൽ നിലപാട് പറഞ്ഞ് അധികാരമേറ്റെടുക്കുകയാണ്. പിന്നീട് എല്ലാ 12 വർഷം കൂടുമ്പോഴും വള്ളുവ നാട്ടിൽ നിന്ന് തൻ്റെ അധികാരം തട്ടിയെടുത്ത സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി 15 വയസ്സ് പൂർത്തിയായ ഒരു പുരുഷനെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ചാവേറുകളായിട്ട് തിരുനാവായിലേക്ക് വരികയാണ്. വ്യക്തമായിട്ട് ആ ചാവേറുകൾ വരുന്നതിനെക്കുറിച്ചും മറ്റുമൊക്കെ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. തിരുമന്താംകുന്ന് ക്ഷേത്രം അങ്ങാടിപ്പുറത്താണ് പെരിന്തൽമണ്ണയിൽ. അവിടെ ഒരു ചാവേർ തറയുണ്ട്. അവിടെ നിന്ന് തല മുണ്ടനം ചെയ്ത് ചുവപ്പ് കച്ചകെട്ടി മഞ്ഞൾ തേച്ച് ഐബ്രോ ഒക്കെ എഴുതിയിട്ട് അവർ മാലാപ്പറമ്പിലെത്തും. പെരിന്തൽമണ്ണയിലെ MES കോളേജ് നിൽക്കുന്ന മാലാപ്പറമ്പ്, അവർ ഉറ്റവടും ഉടയവരുമൊക്കെ അവർക്ക് ചൊക്കിപ്പുമാലകൾ ചാർത്തിയിരുന്ന സ്ഥലമാണ് മാലാപ്പറമ്പ്. പട കൂടിയിരുന്ന സ്ഥലമാണ് പടപ്പറമ്പ്. ചട്ടിപ്പറമ്പ്, ചട്ടിയിൽ അവസാന ഭക്ഷണം പാകം ചെയ്തിരുന്ന സ്ഥലമാണ് ചട്ടിപ്പറമ്പ്. അങ്ങനെ മുന്നിൽ നിൽക്കും 10 ചാവേറുകളുണ്ടായിരുന്നു. അവർ വീരന്മാരായിരുന്നു. വീരന്മാരായ ചാവേറുകളെ ശത്രുരാജ രാജാവാണെങ്കിലും ഉടമ്പടി പ്രകാരം അവരെ പ്രത്യേക സ്ഥലത്ത് അവരുടെ ഗ്രേഡിനനുസരിച്ച് മറവ് ചെയ്യണമെന്നാണ്. അങ്ങനെ വീരന്മാരായ ചാവറ് മറവ് ചെയ്തിരുന്നത് വീരാഞ്ചിറ എന്ന ഗ്രാമം അറിയപ്പെടും. മറ്റ് വരുന്ന 10,000-കണക്കിന് ചാവേറുകളുണ്ടാവും. ആ ചാവേറുകളെ കുടക്കല്ലിൽ എന്നേറെ പ്രശസ്തമായിട്ടുള്ള DTPCയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മണിക്കിണർ കൊടുന്ന് തള്ളിയിട്ട് ശവം കുന്നുകൂടുമ്പോൾ പരിശീലനം നേടിയ 2 ആനകൾ ഈ മണിക്കിണറിൻ്റെ അകത്തേക്ക് തള്ളി മാറ്റും. പുറത്തൊക്കെ ചിതറിക്കിടക്കുന്ന ശവങ്ങളെ അകത്തേക്ക് തള്ളി മാറ്റിയിട്ട് ചവിട്ട് തീരുന്ന ചരിത്രമാണ് മണിക്കിണറിനെക്കുറിച്ച് പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പേരെ ചവിട്ടി താത്തിയ മണിക്കിണർ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലപാട് തറ നമ്മുടെ ടൈൽ ഫാക്ടറിക്കകത്താണ്. 1865 ജർമ്മൻകാർ നിർമ്മിച്ച ടൈൽ ഫാക്ടറിക്കകത്ത് നിലപാട് തറ കാണുകയാണ് ഫാക്ടറി പൊളിച്ചപ്പോൾ. അവിടെ ആയിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ നിയമസഭാ മന്ദിരം. ആദ്യ കാലഘട്ടത്തിൽ ചേരപെരുമാക്കന്മാരും പിന്നീട് വള്ളുവ കോലോത്തിരിയും പിന്നീട് സാമൂതിരിയുമൊക്കെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള അധികാരം ഏറ്റെടുത്തിട്ടുള്ള നിലപാട് തറ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതീയ വിദ്യാഭവൻ റോഡിൽ ബന്ദർക്കടവിലേക്ക് പോകുന്ന ഭാരതീയ വിദ്യാഭവൻ റോഡിലാണ് മരുന്നറ. മരുന്നറയെക്കുറിച്ച് 2 ചരിത്രം പറയപ്പെടുന്നുണ്ട്. പഴയ കാലത്ത് രാജാവ് വെടിമരുന്നുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണെന്നും വെട്ടേറ്റ പ്രധാനപ്പെട്ട പടയാളികളെ ചികിത്സ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണെന്നും 2 തരത്തിലാണ് മരുന്നറയെക്കുറിച്ച് പറയപ്പെടുന്നത്. ഒരു ഗുഹയാണ്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നുണ്ട്. പഴയ കാലത്ത് മുനി വൈദ്യന്മാരുടെ കാലഘട്ടത്തിൽ മുനിയറായിട്ട് ഉപയോഗിച്ച് പിന്നീട് രാജാവ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ജങ്ങമ്പള്ളി കളരി, അത് നവാമുന്ത ഹൈസ്കൂളിലേക്ക് പോകുന്ന തായത്രയിലാണ്. ഏറെ പ്രസിദ്ധമാണ് ജങ്ങമ്പള്ളി കളരി. ജങ്ങമ്പള്ളി കളരിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കർണാടകയിലെ ഹൂഗ്ലി എന്ന ജില്ലയിലെ ജങ്ങമ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്ന് സാമൂതിരി വെട്ടേറ്റ പടയാളികൾ ചികിത്സിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആയോധന കളരി പഠിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന തുളു ബ്രാഹ്മണരാണ് ജങ്ങമ്പള്ളി. ജങ്ങമ്പള്ളി എന്ന തുളു ഭാഷയാണ്. അങ്ങനെയാണ് ജങ്ങമ്പള്ളി ഗുരുക്കന്മാർ എന്നറിയപ്പെടുന്നത്. അത് അവർ മാമാങ്കം കഴിഞ്ഞതിന് ശേഷം അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും പല ഭാഗങ്ങളിൽ അവർ ഈ ആയുർവേദ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജങ്ങമ്പള്ളി കളരി DTPC ഏറ്റെടുത്തിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. 12 ഈരടി കളരിയാണ്, 40 ഈരടി കളരി. ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ജങ്ങമ്പള്ളി കളരി പറയപ്പെടുന്നത്. അതുപോലെ തന്നെ
പഴക്കാമണ്ഡപം, അത് നവാമുന്ത ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടാണ് രാജാവ് സാമൂതിരി തൻ്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം പ്രജകളെ അഭിസംബോധന ചെയ്തിരുന്ന, പ്രജകളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന സ്ഥലമാണ്. വിക്ടറി സ്റ്റാൻഡായിട്ടാണ് പഴക്കാമണ്ഡപത്തെ പറയപ്പെടുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാലടങ്ങാത്ത തരത്തിലുണ്ട്. ഈ മാമാങ്കത്തിനപ്പുറം 1948 ഫെബ്രുവരി 12 മഹാത്മാഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് തിരുനാവായ വിഷ്ണു ക്ഷേത്ര പരിസരത്താണ്. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അതുപോലെ അടൽ ബിഹാരി വാജ്പേയി മുഖ്യമന്ത്രിമാരായിട്ടുള്ള ഒരുപാട് പേരുടെ, അതുപോലെ പ്രശസ്തരായ ഒരുപാട് പേരുടെ ചിതാഭസ്മം നവാമുന്ത ക്ഷേത്ര പരിസരത്ത്, വിഷ്ണു ക്ഷേത്ര പരിസരത്ത് നിമജ്ജനം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ക്ഷേത്ര പരിസരം ഈ ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ്. കാരണം പുഴയുടെ അക്കരെ തപസ്സന്നൂർ എന്ന് പറയും. തപസ്സന്നൂർ, പഴയ കാലത്ത് തപസ്സന്നൂർ പിന്നീട് തവനൂരായി മാറുകയാണ്. അവിടെ ഈ പരശുരാമൻ തപസ് ചെയ്തു എന്ന ഐതിഹ്യമുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ശിവക്ഷേത്രവും ദക്ഷിണേന്ത്യയിലെ ഏക ബ്രഹ്മക്ഷേത്രം. ബ്രഹ്മാവിന് വേറെ എവിടെയും ദക്ഷിണേന്ത്യയിൽ ക്ഷേത്രങ്ങളില്ല. ആ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും കൂടിച്ചേരുന്ന തെക്കൻ കാശി എന്നാണ് തിരുനാവായ അറിയപ്പെടുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലം, പ്രതിദർപ്പണത്തിന് ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലമായത് കാരണമാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ ആസ്ഥാനമായിട്ട് തവനൂർ നമുക്കറിയാം. അവിടെ അദ്ദേഹം കാർഷിക കോളേജ് നിർമ്മിച്ചു, അതുപോലെ അനാഥാലയം നിർമ്മിച്ചു, അതുപോലെ കൈത്തറി നെയ്ത്ത് കേന്ദ്രം, കതിർ വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചു. അദ്ദേഹം ആശ്രമമായിട്ടുള്ള ശാന്തി കുടീരം, ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ 1948 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അന്നത്തെ AICCയുടെ ജനറൽ സെക്രട്ടറി ഷിജാദ കൃപലാനിനി വന്ന് ഗാന്ധിജിയുടെ ഒരു പ്രതിമ തിരുനാവായിൽ നിർമ്മിച്ചു. ആ പ്രതിമ നമുക്ക് കാണാൻ കഴിയും. അന്ന് മുതൽ സർവോദയമേള, ഇന്ത്യയിലെ എല്ലാ ഗാന്ധിയന്മാരും ഒത്തുകൂടുന്ന സർവോദയമേള തവനൂർ കേളപ്പജിയുടെ ആസ്ഥാനമായ ശാന്തി കുടീര പരിസരത്ത് നടന്നു വരികയാണ്. ഇന്നും അത് നടന്നു വരുന്നുണ്ട്. ഫെബ്രുവരി 8, 9, 10, 11 തീയതികളിൽ 4 ദിവസങ്ങളിലായിട്ടാണ് നടന്നു വരുന്നത്. അതുപോലെ ഇവിടെ കുറച്ചങ്ങ് അകലെ കുന്നംപുറത്ത് പോയാലൊരു കുത്തുകല്ല് കാണാം. കുത്തുകല്ലിൻ്റെ ചരിത്രം പറയപ്പെടുന്നത് പെരുന്തച്ചൻ തിരുനാവായ നവാമുന്ത ക്ഷേത്രത്തിലെ വിളക്ക് കെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിളക്കിൻ്റെ ദിശ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുനാവായയിലെ പല ഭാഗങ്ങളിലും കുത്തുകല്ലുകൾ സ്ഥാപിച്ചു. അതിലൊരു കല്ലാണ് കുന്നംപുറത്തെ കുത്തുകല്ല്. അത് ആനന്ദാവൂരിലൊരു കല്ലുണ്ട്, കുത്തുകല്ലിലൊരു കല്ലുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ. അതുപോലെ തന്നെ പട്ടാണി ഷഹീദ് മക്ബറ ഉൾക്കൊള്ളുന്ന കുന്നംപുറം, ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ പോരാടിയ ഒരു ധീര ദേശാഭിമാനിയും ആത്മീയ ആചാര്യനുമായിരുന്നു പട്ടാണി ഷഹീദ്. അദ്ദേഹം അവിടെ തൻ്റെ കൂടെയുള്ളവരുമായിട്ട് കൂടിയാലോചന നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷ് പട്ടാളം വന്ന് ആക്രമിക്കുകയും അദ്ദേഹത്തിനെയും 10 പേരെയും വെടിവെച്ചിട്ട് അവരവിടെ മരണപ്പെടുകയും ഒരാൾ കാലിന് വെടികൊണ്ട് ഓടി കുറ്റിപ്പറമ്പിൽ എന്ന സ്ഥലത്ത് മരണപ്പെടുകയും ചെയ്തു. അവിടെ പഴയ കാലത്ത് കുറ്റിപ്പറമ്പിലും കുന്നംപുറത്തൊക്കെ നേർച്ചകൾ നടന്നിരുന്നു. ആര്യഭട്ടൻ ഗോളശാസ്ത്ര ഗവേഷണം നടത്തിയത് തിരുനാവായിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചെന്താമര കായൽ, ലോകത്തിലെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ താമര ഉൽപ്പാദിപ്പിക്കുന്ന കായൽ നിൽക്കുന്നത് വലിയ വറപ്പൂർ കായൽ തിരുനാവായിൽ. അതിൻ്റെ ഭാഗമായിട്ട് തിരുനാവായിലും മറ്റ് പ്രദേശങ്ങളും താമര കൃഷി ചെയ്യുന്നുണ്ട്. അത് 58 വർഷമായിട്ട് ഒരു മുസ്ലിം കുടുംബം ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് താമര കൃഷി ചെയ്തുകൊണ്ട് അവരെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി എത്തിക്കുകയാണ്. അത് കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പാഠഭാഗം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു മഹാസംഗമ ഭൂമിയാണ് തിരുനാവായ. ഈ തിരുനാവായയുടെ ചരിത്രവും സംസ്കാരവും പൈതൃകവും പുറം ലോകം അറിഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ഡെവലപ്പാക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ടൂറിസ്റ്റുകളെ ഈ പ്രദേശത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വരാനിരിക്കുന്നത്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ഒരു ലക്ഷ്യമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ടൂറിസം പദ്ധതി നാളെ ഇവിടെ സംഭവിക്കും. ഈ മണ്ണിൽ നാസർ കൊട്ടാരത്ത് എന്ന പേര് തങ്കലിപികളാൽ എഴുതപ്പെടും. കാലമേ നീ സാക്ഷി.